നമ്മളൊരു പ്രൊഫഷണൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വീഡിയോ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഗിംബൽ പർച്ചേസ് ചെയ്യാമെന്നാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് Zhiyun Crane M2 എന്ന് പറയുന്ന ഒരു ഓൾ ഇൻ വൺ ഗിംബലാണ്. അപ്പോൾ ഞാൻ ഓൾ ഇൻ വൺ ഗിംബൽ എന്ന് പറയാൻ കാരണം ഈ ഒരു ഗിംബൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് GoPro, അതുപോലെ തന്നെ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ, പിന്നെ നമ്മുടെ പ്രൊഫഷണൽ മിറർലെസ് ക്യാമറാസ്, ഈ 4 ടൈപ്പ് ഓഫ് ക്യാമറാസ് ആയിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ഗിംബലിൻ്റെ അൺബോക്സിംഗ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങളപ്പോൾ ഇവിടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്കപ്പോൾ ഈ ഒരു ഗിംബൽ പർച്ചേസ് ചെയ്യാനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ എൻക്വയറി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ സംഭവം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് നമ്മുടെ ഗിംബൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ Zhiyun എന്ന് പറയുന്ന ബ്രാൻഡിങ് ഉണ്ട്, നമ്മുടെ ഗിംബലിൻ്റെ ഒരു ഇമേജും അതുപോലെ തന്നെ ഗിംബലിൻ്റെ മോഡൽ Crane M2 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിവൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പാക്ട് ക്യാമറാസ്, GoPro, സ്മാർട്ട് ഫോൺ, അതുപോലെ തന്നെ നിങ്ങളുടെ മിറർലെസ് ക്യാമറ ആയിട്ട് കോമ്പാക്റ്റബിൾ ആണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ചൈനീസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വശത്ത് നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബട്ടൺസിൻ്റെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഈ ബോക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതിനകത്ത് നിന്ന് എന്താ കിട്ടാമെന്ന് നോക്കാം. ഈ ബോക്സിനകത്ത് നമുക്ക് ഇതുപോലൊരു ഹാർഡ് കേസും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. ഇതിനകത്ത് നമ്മുടെ സർവീസ് കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ ക്യാമറ ബാലൻസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് വരുന്ന നമുക്ക് അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മോഡ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു പേപ്പർ വർക്കിനകത്ത് കിട്ടുന്നത്. അത്യാവശ്യം ലെങ്തിയാണ്. ഇതിൽ ചൈനീസിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ ആ യൂസർ മാനുവൽ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ഹാർഡ് കേസാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു കേസാണ്. നിങ്ങൾക്ക് ട്രാവലിംഗ് പേർപ്പസിനായാലും നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു കേസാണ്. നിങ്ങളുടെ ഗിംബൽ എപ്പോഴും ഇതിനകത്ത് സേഫ് ആയിരിക്കും. നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കിട്ടുന്നത് കുറച്ചധികം ആക്സസറീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാമറ ആയിട്ട് കോമ്പാറ്റബിൾ ആയ ഒരു ഗിംബൽ ആയതുകൊണ്ട് തന്നെ ഈ ക്യാമറാസ് എല്ലാം ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ആക്സസറീസ് അവർ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് ഇതുപോലത്തെ ഒരു ബേസ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിന് മുകളിലാണ് നമ്മൾ നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലൊരു വലിയ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെവി ക്യാമറ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ലൈഡ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങളൊരു GoPro അല്ലെങ്കിൽ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സ്ലൈഡ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വരുന്നത് തംബ് സ്ക്രൂ ആണ്. തംബ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഇതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലത്തെ ഒരു ട്രൈപോഡ് ബേസ് ആണ്. അതായത് നിങ്ങളുടെ ക്യാമറ ബാലൻസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് സർഫേസിൽ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാനാണ് ഈ ഒരു സർഫേസ് നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡ് മൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, ഈ ഒരു ട്രൈപോഡ് ബേസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡഡ് ആമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗിംബലിന് ഇത് യൂസ് ചെയ്യാം. നല്ലൊരു ഗ്രിപ്പ് തന്നെയാണ് ഇത് കിട്ടുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ഒരു USB Type-C കേബിളാണ്. അപ്പോൾ ഈ ഒരു കേബിൾ നമ്മുടെ ഗിംബൽ ചാർജ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡാപ്റ്ററും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന അഡാപ്റ്ററിലോട്ട് കുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഗിംബൽ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന ആക്സസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്മാർട്ട് ഫോൺ ഹോൾഡറാണ്. നിങ്ങൾക്ക് ഈ ഗിംബലിൻ്റെ മുകളിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഹോൾഡറാണ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഇതിനടിയിലായിട്ട് നമുക്കൊരു ത്രെഡ് വരുന്നുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ഗിംബലിലോട്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇവിടെ നമുക്കൊരു റബ്ബറൈസ്ഡ് ഗ്രിപ്പ് ഉണ്ട്, കൂടുതൽ നമ്മുടെ ഫോൺ സ്റ്റേഡി ആയിരിക്കാനായിട്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഏതൊരു ഫോണും നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ഗിംബലിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യണം. ഇത്രയും ആക്സസറീസ് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള നമ്മുടെ ഗിംബൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗിംബൽ നമ്മൾ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് എല്ലാ ആക്സസും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കേസിനകത്ത് ഇത് നല്ല സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഗിംബലിൻ്റെ സൈസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഭയങ്കര ചെറിയൊരു ഗിംബലാണ്. നമുക്ക് വൺ ഹാൻഡഡ് ആയിട്ട് നമുക്കിത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു 3 ആക്സസ് ഗിംബലാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഗിംബലിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട് Crane M2. അതുപോലെ തന്നെ നമുക്ക് 3 ആക്സസുകളും ലോക്ക് ചെയ്യാനുള്ള ഒരു ലോക്ക് മെക്കാനിസം ഇവിടെ വന്നിട്ടുണ്ട്.
പിന്നെ ഈ ഗിംബലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറി ലോക്കാണ്. നിങ്ങൾ ഒരു വട്ടം നിങ്ങളുടെ ഒരു ക്യാമറ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റോൾ ആക്സസ് നിങ്ങൾക്ക് ഇവിടെ ലോക്ക് ചെയ്തിടാനായിട്ട് സാധിക്കും. നിങ്ങൾ അടുത്ത വട്ടം നിങ്ങളുടെ ക്യാമറ പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഒരു ആക്സസ് നിങ്ങൾക്ക് വീണ്ടും ബാലൻസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു റെഡ് അൺലോക്ക് ബട്ടൺ ഉണ്ട്. നമ്മളെപ്പോൾ ഈ ഗിംബൽ യൂസ് ചെയ്യാൻ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഈ ഈ ഒരു സംഭവം ലോക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ആക്സസ് പിന്നെ തിരിയില്ല. നമ്മളിത് അൺലോക്ക് ചെയ്താലാണ് നമ്മുടെ ഈ ആക്സസ് പിന്നെ കിടന്ന് തിരിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ഈ ലോക്ക് നിങ്ങൾ ഇട്ട് വെക്കണം. അതിന് താഴെയായിട്ട് നമുക്കൊരു ട്രിഗർ വരുന്നുണ്ട്. ഈ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മോഡുകൾ നമുക്ക് ഈ ട്രിഗർ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിളിലോട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് റീബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വീണ്ടും നമ്മുടെ നോർമൽ പൊസിഷനിലോട്ട് വരും. പിന്നെ ഇത് 3 വട്ടം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫി മോഡും അവൈലബിൾ ആണ്. നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടൊരു 1/4 ഇഞ്ച് ത്രെഡാണ് വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ആക്സസറീസ് നിങ്ങൾക്ക് ഇതിൽ മൗണ്ട് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു മൈക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ മോണിറ്ററോ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ത്രെഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് താഴെയായിട്ടാണ് നമുക്ക് നമ്മുടെ USB Type-C പോർട്ട് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ സൂം ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഫോണോ ക്യാമറ നിങ്ങൾ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നിങ്ങളുടെ ക്യാമറ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജിയോൺ എന്ന് പറയുന്ന ബ്രാൻഡിങ് ഉണ്ട്. ചെറിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. ഈ സ്ക്രീനിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മുടെ ലെഫ്റ്റ് എത്ര ചാർജ് ബാക്കിയുണ്ട്, നമ്മൾ കറൻ്റ്ലി ഏത് മോഡിലാണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കും. അതിന് താഴെയായിട്ട് നമുക്ക് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ക്യാമറ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാനായിട്ട്. അതിന് താഴെ വരുന്നത് റെക്കോർഡ് ബട്ടണും പിന്നെ മോഡ് ബട്ടണാണ്. നമ്മൾ പിന്നെ സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നമ്മുടെ പവർ ബട്ടണാണ്. ഈ പവർ ബട്ടൺ നമ്മൾ 3 സെക്കൻഡ് മുകളിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചാലാണ് നമുക്ക് ഈ ഗിംബൽ ഓൺ ആവുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ മെനു ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഗിംബൽ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ക്യാമറ ഇതിന് മുകളിൽ വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. നമുക്ക് മോഡുകളും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ അൺബോക്സിങ്ങും റിവ്യൂവും കൂടി ഒരൊറ്റ വീഡിയോ ചെയ്യാണ്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, നിങ്ങൾക്കത് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്കായാലും അത്രയും വലിയ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് ടാസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അൺബോക്സിങ്ങിലൂടെ നിർത്താണ്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ഗിംബലിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മിസ്സാവില്ല. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.